ലോക്ക്ഡൗണായി നമ്മളെല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: എണ്ണ, സവോള, തക്കാളി, കറിവേപ്പില, വറ്റൽമുളക്, പച്ചമുളക്, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മീറ്റ് മസാല, കടുക്. ഉണ്ടാക്കുന്ന വിധം: നമുക്ക് ആദ്യമേ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകട്ടെ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഇത് സിമ്പിളായിട്ട് ചെയ്യുന്നപോലെ ചെയ്തേ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇടാം. ഉറക്കപ്പെടണം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മൊത്തം നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇടാം. ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എണ്ണ കുറച്ചും കൂടി ഒഴിക്കാം. നമുക്ക് വഴറ്റി കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറവാണെന്ന് തോന്നിയാൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ വഴറ്റുക. ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ആക്കുക.
ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ലേശം ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. വിരുന്നുകാരൊക്കെ വന്നാൽ നമുക്ക് കറിയായിട്ട് കൊടുക്കാവുന്നതാണ്. വിരുന്നുകാരൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം. നമുക്ക് ഇച്ചിരിയും കൂടെ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് സ്വല്പം മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. കുറവാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഉപ്പും കുറവാണെങ്കിൽ ഉപ്പും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം. മിനിറ്റായി. അങ്ങനെ പറഞ്ഞു. കുറവുണ്ട്. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. തക്കാളി റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം.